കൊന്നിച്ചോ മിനസാൻ നോനു മിഷിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് താമസിച്ചുപോയി. കാര്യം മറ്റൊന്നുമല്ല, TBT പിന്നെ വൺ പീസ് എല്ലാം ഇടാനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഇന്നലെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ശനിയും ഞായറും, അതായത് ഇന്നും നാളെയായിട്ട് ലോങ് വീഡിയോസ് ഇടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വീഡിയോസ് ഇടത്തില്ലെന്ന് എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തു തന്നേക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഐസ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഡിസ്ട്രോയ് നിലത്തേക്ക് വീഴുന്നുണ്ട്. ആ ഒരു ഹ്യൂറിക്കെയിൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോൾഡ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവനാട്ടെ പല അറ്റാക്കുകൾ ചെയ്തുകൊണ്ട് അവളുടെ ആട്ടെ ആ ഒരു പ്രഷർ പോയിന്റ് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ എനർജി ശരിക്കും സ്ട്രോങ്ങർ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് 5th മാസ്റ്റർ ക്യൂവിൻ്റെ മുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവൻ ഒരു ഇവല്യൂഷണറി റിലവുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റിനൊക്കെ പോലും എനിക്കത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതേ സമയത്ത് അവളാട്ടെ അനങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്യാനായിട്ട്. ഇവൻ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ട് അവസാനം അവളുടെ ബോധം പതുക്കെ നഷ്ടപ്പെട്ട് അവൻ്റെ കയ്യിലേക്ക് അവൾ വീണു. നീ ശരിക്കും ഒരു ഡിഫിക്കൽട്ടായ സ്ത്രീ തന്നെയാണല്ലേ. പെട്ടെന്നാണ് ബാക്കിയുള്ളവരും അവിടേക്ക് നടന്ന് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു താങ്കൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. താങ്കൾ ശരിക്കും അമേസിംഗ് ആണല്ലോ. അപ്പോഴാണ് ഇവനത് ശ്രദ്ധിച്ചത്. അവൻ്റെ കൈ കംപ്ലീറ്റ്ലി പർപ്പിളായി മാറിയിരിക്കുന്നു. അവൻ്റെ കൈ ഒട്ടും തന്നെ നല്ലൊരവസ്ഥയിലില്ല. ഈ സമയത്ത് ആൾ വീണ്ടും അനങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആളുടെ വെയിൻസ് ഒക്കെ പമ്പ് അപ്പ് ചെയ്യാനും തുടങ്ങി. ഞാൻ അവളുടെ വെസൽസ് മാത്രമാണ് കറന്റ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അവളുടെ എനർജി ഇപ്പോഴും അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. എന്നിട്ട് അവളെടുത്ത് ഇവൻ തോളത്തേക്ക് ഇട്ടു. അല്ല, താങ്കൾ തന്നെ ചെയ്യുവാണ്, അവൾ എവിടേക്ക് കൊണ്ടുപോവാണ്? ക്യാമിൻ്റെ ഗ്രാൻഡ് മദറിനെ കാണിക്കാനായിട്ട്. അല്ല, ഇനി അവളെങ്ങനെ അമേസിംഗ് ഉള്ള ഫിസിഷ്യൻ ആണെങ്കിൽ കൂടി ഇവിടെ എന്തെങ്കിലും ഉപകാരമുണ്ടോ? എൻ്റെ സിസ്റ്ററിൻ്റെ കണ്ടീഷൻ അത് കൂടാൻ ചാൻസ് ഉണ്ടോ? ഈ ലോകത്ത് ഡിവൈൻ ഫിസിഷ്യനെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമാണ് നിന്റെ പെങ്ങൾക്കുള്ളതെങ്കിൽ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണം. ഡിവൈൻ ഫിസിഷ്യനോ? അല്ല, നിനക്കറിഞ്ഞൂടെ, മിസ് ക്യാമിൻ്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഡിവൈൻ ഫിസിഷ്യനാണ്. എന്ത്? ഇവൾക്കത് നേരത്തെ എന്നോട് മരുന്നൊക്കെ പറഞ്ഞാൽ പോലായിരുന്നോ? ഞാൻ ഓരോ തവണ മെഡിസിൻ മേടിക്കാൻ വന്നപ്പോഴും ഇവളൊന്നും പറഞ്ഞത് പോലും ഇല്ലല്ലോ. അല്ലെങ്കിലും ആ മെഡിസിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവളെ ജീവനോടെ വെച്ചത്. മേ ബി അതുകൊണ്ടായിരിക്കും. ഇവിടെ നിൽക്കാൻ സമയമില്ല, നമുക്ക് പോകണം. അതിനുശേഷം അവരെല്ലാവരും റിഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഡോക്കിലേക്ക് ചെന്ന് അവിടുന്ന് ഒരു വള്ളമായിട്ട് അവരായിട്ട് ആ ഒരു യെല്ലോ റിവർ സേഫ്ലി തന്നെ കടന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നേരെ ചെന്നത് ഏറ്റവും അടുത്ത നോർത്ത് മോസ്റ്റ് സൈഡിലുള്ള ആ ഒരു ഹെവൻലി ഡിവൈൻ കൾട്ടിൻ്റെ ഒരു ബ്രാഞ്ചിലേക്കായിരുന്നു. അടുത്ത സെക്കൻഡ് അവരെ മുട്ടുകുത്തി നിന്നിട്ട് പറയുകയും ചെയ്യും, ഞങ്ങൾ ദി ഗ്രേറ്റ് ആയുള്ള ഹെവിലി ഡീമനെ ഇതാ വെൽക്കം ചെയ്യുന്നു. ഡിമോണിക്കൾട്ട് വിജയിക്കട്ടെ എന്ന് അവരെല്ലാവരും ഉച്ചത്തി അലറാനായിട്ട് തുടങ്ങി. എനിക്കറിയാമായിരുന്നു ഇവൻ ശരിക്കും സ്ട്രോങ്ങർ ആയിരിക്കുമെന്ന്. പക്ഷേ ഡിമോണിക്കൾട്ടിലെ ഡീമൻ ലോഡായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് കുറച്ച് അർജന്റ് സിറ്റുവേഷനാണ്. ഡിവൈൻ ഫിസിഷ്യൻ എന്തേ? ആളിപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹോളിലുണ്ട്. മൈലോഡ്, എൽഡർ യാങ്, ബേഗ്ജി, നിങ്ങൾ രണ്ടുപേരും ആ ബേബീനെ പിന്നെ ആ ഒരു ബോഡിയും കൊണ്ട് മറ്റു സ്ഥലത്തേക്ക് ചെല്ല്, ഞങ്ങളിപ്പോൾ വരാം. യെസ് സാർ. അതിനുശേഷം അവർ നേരെ അവിടേക്ക് നടന്നു. ഇതേ സമയത്ത് ഡിവൈൻ ഫിസിഷ്യനായിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് ഗിയോ അവനെ ശ്രദ്ധിച്ചത്. മൈലോഡ്, താങ്കൾ തിരിച്ചെത്തിയെന്നും പറഞ്ഞിട്ട് അവൾ നേരെ ഓടി ഇവൻ്റെ അടുത്തേക്ക് വരും. പെട്ടെന്നാണ് അവളോടെ നിന്നത്. ലോഡ്, താങ്കളുടെ കയ്യിലുള്ള ആ ഒരു സ്ത്രീ ആരാണ്? പിന്നെ കാണിക്കുന്നത് ഡിവൈൻ ഫിസിഷ്യൻ അവളെ നോക്കുന്നതാണ്. അവളുടെ പൾസൊക്കെ ഡിവൈൻ ഫിസിഷ്യൻ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പം എന്തായാലും അവൻ നമ്മുടെ കടത്തിലാണുള്ളത്. ഓ, അതാണല്ലേ. എനിക്കറിയാമായിരുന്നു നമ്മുടെ ഡിമോണിക് ലോഡ് അങ്ങനെയുള്ള ആളല്ലെന്ന്. പക്ഷേ അവൾ ശരിക്കും സുന്ദരിയാണ്. ഇത്ര യങ്ങായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എന്തായാലും ഡീമലോട് സൗന്ദര്യത്തിൽ വീഴത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലടി, ഞാൻ പക്ഷേ ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു എനർജി ഇല്ലേ, അത് ബാലൻസ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റുള്ള യങ് എനർജി കൊടുത്താൽ മതിയെന്ന്. ബാലൻസോ? നിനക്ക് മനസ്സിലായില്ലേ? അതായത് ഒരു സ്ത്രീയും ഒരു ചെറുക്കനും കൂടെ ചെയ്യേണ്ടത്. നീ അത് ഉണ്ടാക്കി പറയുമല്ലേ? ഓ, കണ്ടുപിടിച്ചല്ലേ? ഹിയോബോങ്, എന്ത് ചോക്കാടാ നീ പഠിച്ചത്? അപ്പോഴാണ് നമ്മുടെ ഡിവൈൻ ഫിസിഷ്യൻ പറയുന്നത്, ഇത് ദി 9 ഇൻ മെറിഡിയൻ കൊളാപ്സ് ആണ്. ഇത് ഞാൻ ഒരു തവണ കൂടെ കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അല്ല, ഇത് മോശമാണോ? ആരാണ് ഇവൾക്ക് ഈ മരുന്ന് കൊടുത്തതെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തായാലും ആ മരുന്ന് കൊണ്ട് ചെറിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ അതുമൂലമാണ്. അത് താങ്കളുടെ ഗ്രാൻഡ് ഡോക്ടറാണ് എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ നിനക്ക് നിൻ്റെ സിസ്റ്ററിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നടന്നൊന്നും തൽക്കാലം ഇപ്പോൾ പറയാൻ നിൽക്കണ്ട.
അല്ല താങ്കൾ ഇതിനു മുമ്പ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? പെട്ടെന്നാണ് അവൾ തല കുലുക്കി ഇല്ല എന്ന് പറഞ്ഞത്. അതെന്താണ് താങ്കൾ ഈ പറഞ്ഞത്? താങ്കളല്ലേ പറഞ്ഞത് നേരത്തെ ഇതിനെ കണ്ടിട്ടുണ്ടെന്ന്, അപ്പോൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെന്ന്? ചെറുക്ക, ഞാൻ സംസാരിച്ചു തീർന്നില്ല. ഞാൻ ആദ്യമായിട്ട് ദി 9 ഇൻ മെറിഡിയൻ കൊളാപ്സ് കണ്ടത് 30 വർഷത്തിന് മുമ്പാണ്. അന്ന് ഞാനും ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് പലതും ഇവിടെ ഡിസ്കവർ ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് മരുന്നുകൾ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആകെപ്പെടാണ്ടായിരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഉള്ള യാങ് എനർജി അത് കൊണ്ടുവരണം, എന്നിട്ട് വെസലിൻ്റെ ശരീരത്തിലേക്ക് അയക്കണം. അതുമൂലം തന്നെ ആ ഒരു യാങ് എനർജിയും ഇൻ എനർജിയും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു. അല്ല, ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോ? ഞാനും എൻ്റെ ബാക്കിയുള്ളവരും കൂടെ കഷ്ടപ്പെട്ടിട്ട് ഒരാളെയാണ് കണ്ടെത്തിയത്. അത് അന്നത്തെ ദി 5 മാർഷൽ ആർട്ടിസ്റ്റിലെ ഒരാളായിരുന്നു, ഷാവോളിംഗ് ടെമ്പിളിലെ ആ ഒരു മാസ്റ്റർ. അവൻ ശരിക്കും പവർഫുൾ ആയിരുന്നു. അത് മാത്രമല്ല ഇന്ത്യൻ മാർഷൽ ആർട്സ് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ഹൈയസ്റ്റ് റിലത്തിലുമായിരുന്നു. ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചതുകൊണ്ട് അവൻ ഞങ്ങളോട് വന്ന് ആ ഒരു ഫേവറിനെ എഗ്രി ചെയ്യുവാണ് ഉണ്ടായത്. അവൻ്റെ ഇന്നർ എനർജി ആയിട്ട് അവിടെ നന്നായിട്ട് തന്നെ അവളുടെ യാങ് എനർജി ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ആ ഒരു വുമൺ പതുക്കെ സഫർ ചെയ്തുകൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ആ ഒരു 2 എനർജിയും കൂടെ വന്നതുകൊണ്ട് തന്നെ അവൾ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അത് അവൻ്റെ പ്രശ്നമല്ലായിരുന്നു. പക്ഷേ എങ്കിലും അവൻ ആ ഗിൽട്ടുള്ള കാരണം തന്നെ അവൻ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങി മാറുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റാത്ത ആദ്യത്തെ പേഷ്യൻ്റ് അവളായിരുന്നു. അപ്പം മറ്റു മെത്തേഡൊന്നുമില്ലേ? താങ്കൾക്ക് ബെറ്റർ ഉള്ള വേ എന്ന് പറഞ്ഞൂടെ? ഒരു ഫിസിഷ്യൻ തൻ്റെ ഫെയിലറിൽ നിന്ന് കറക്റ്റ് കാര്യം പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പേരിട്ടേക്കുന്നത്? അവൻ യൂസ് ചെയ്ത ടെക്നിക്കിനെ പറ്റി അവൻ വ്യക്തമായി തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അതുമൂലം തന്നെ അവൻ യൂസ് ചെയ്ത യാങ് എനർജി അവളുടെ വെയിൻസിലേക്ക് കടങ്ങുകയുണ്ടായി. എന്നാൽ അവിടെ സ്ട്രോങ്ങറായുള്ള ഒരു റിയാക്ഷനാണ് ഉണ്ടായത്. യിങ്ങും കൂടെ നന്നായിട്ട് വരികയും അവൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായി. അതുമാത്രമല്ല അവളുടെ വെയിൻസ് പൊട്ടിത്തെറിച്ചാണ് അവളന്ന് മരിക്കുകയും ഉണ്ടായത്. അതിനർത്ഥം ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ? അല്ല, 2 മെത്തേഡ്സ് ഉണ്ട്. ആ 2 മെത്തേഡ്സിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോസിബിൾ ആയുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതിവളും പിന്നെ നിനക്കും ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മെത്തേഡുമായിരിക്കും. അതെന്താണ്? കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ യിങ് എനർജിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അവളുടെ അണ്ഡാശയത്തിൽ നിന്നാണ്. അതിനർത്ഥം നീ പറയുന്നത്? അതെ, ഒരേ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അവളുടെ അണ്ഡാശയത്തിലെ ആ ഒരു പ്രഷർ വെയിൻസ് കംപ്ലീറ്റ്ലി യങ് എനർജി കൊണ്ട് ഫിൽ ചെയ്ത് അത് കംപ്ലീറ്റ്ലി ബാലൻസ് ചെയ്യേണ്ടതാണ് നാച്ചുറലായിട്ട് തന്നെ. ആൻഡ് നമ്മുടെ ഇവിടെ യങ് എനർജി ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്. എന്നിട്ട് നേരെ അവൾ നോക്കിയത് നമ്മുടെ ഇയോൻ്റെ നേരെയായിരുന്നു. എനിക്ക് തോന്നി ഇതെന്തായാലും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മെത്തേഡാണ്. അപ്പോൾ നീ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ മറ്റേ മെത്തേഡില്ലേ, അതെന്താണ്? അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ഇയോൺ നേരെ തിരിഞ്ഞു നോക്കി. അല്ല, ഇതെന്താണ് ഈ ഒരു എനർജി? ഫ്രണ്ട് ഗേറ്റിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. അതുമാത്രമല്ല ഈ സ്ത്രീ അവളുടെ റേഞ്ചിനെക്കാട്ടും ശരിക്കും പവർഫുള്ളാണിത്. മൈലോഡ്, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നം? അവരെന്തായാലും അത് നോട്ടീസ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ എൻ്റെ ലെവലിൽ അല്ലെങ്കിൽ എന്നെക്കാട്ടും മുകളിലെ ഒരാളാണ്. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിൽക്കി അനങ്ങെഴുതും കൊണ്ട് ഇയോൺ നേരെ പെട്ടെന്ന് അവിടേക്ക് പോവുകയും ചെയ്യും. ഓരോരുത്തർക്കും ഓരോതായ ഒരു സെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാവർക്കും അവരുടേതായ യൂണീക്കുള്ള ഒരു QI ഉണ്ട്. ഒരു ഹയർ റിലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി എക്സ്പാൻസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു മിസ്റ്റിക് റിലത്തിലെത്തിയ ഒരാൾക്ക് ഈ ഒരു നേച്ചറിനെ കംപ്ലീറ്റ്ലി അറിയാനും ആ ഒരു ലെഫ്റ്റ് ഓവറുള്ള ഒക്കെ സെൻസ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം കാണിക്കുന്നത് ഒരാളോടേക്ക് പാഞ്ഞ് വരുന്നതാണ്. ഈ ഒരു ഇൻ എനർജി അത് കാണിക്കുന്നത് ഹാങ് ഷോനിലേക്കാണ്. അത് മാത്രമല്ല അവിടുന്ന് യെല്ലോ ലെവലിലേക്കും വന്നു, ഇപ്പോൾ സൗത്ത് വെസ്റ്റിലേക്കും പോകുന്നു. എനിക്കറിഞ്ഞൂടാ എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ഞാനവിടെ എത്രയും പെട്ടെന്ന് തന്നെ എത്തണം. ആ ഒരു ട്രേസസ് കണ്ടിട്ട് അവൾ കംപ്ലീറ്റ്ലി റേഞ്ചിലേക്ക് പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒപ്പോണൻ്റ് ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. അവരെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. കാര്യം എൻ്റെ പിള്ളേരെ തൊട്ടവൻ എന്തായാലും അനുഭവിക്കും. അല്ല, ഇൻ എനർജി ഈ ഭാഗത്തുനിന്നാണല്ലോ വരുന്നത്. അങ്ങനെയാണ് അവൻ അതിൻ്റെ മുമ്പിലേക്ക് വന്നത്. നോക്കാൻ നേരത്ത് ദി ഹെവൻലി ഡിമോണിക് കൾട്ട് എന്നായിരുന്നു. ദി ഹെവൻലി ഡിമോണിക് കൾട്ടോ? അപ്പോൾ ഇവരായിരുന്നല്ലേ നായികൾ. എന്നിട്ട് നേരെ അവൻ പതുക്കെ അകത്തേക്ക് നടന്നു. എനിക്കാരെയും പേടിയില്ല. നിൽക്കോടെ, നിനക്ക് എന്താണ് വേണ്ടത്? മുന്നിൽ നിന്ന് മാറടാ. എന്ത്? അതിനു മുമ്പ് തന്നെ അവർ 2 പേരെ അവൻ അറ്റാക്ക് ചെയ്തു. അവർ നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. നീ എന്താണ് ചെയ്തത്? നിനക്ക് ഇത്ര ധൈര്യമായിട്ടാണ് ഇവിടേക്ക് കടന്നു വന്നത്? മുന്നിൽ നിന്ന് മാറാനല്ലേ പറഞ്ഞത്?
അടുത്ത സെക്കൻഡ് അവരുടെ ബോധം പോയി അവർ നേരെ നിലത്തേക്ക് വീണു. നാശം, പെട്ടെന്ന് തന്നെ അവൻ 4 പേരെ നിസ്സാരമായി കൊന്നിരിക്കുന്നു. ഇതൊട്ടും നല്ലതല്ല. നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ അങ്ങോട്ട് നിങ്ങളൊക്കെ ഒന്ന് വാൺ ചെയ്തേക്കാം. നിനക്കൊക്കെ എന്താണ് വേണ്ടത് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്റെ പിള്ളേരെ മര്യാദക്ക് തിരിച്ചു തരാനായിട്ട് നോക്ക്. പിള്ളേരെയോ? ഈ സ്ഥലം കണ്ടിട്ട് നിന്റെ പിള്ളേരെ ഞങ്ങളിവിടേക്ക് തട്ടിക്കൊണ്ടുവരുന്ന പോലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ നീയൊക്കെ അതിനെ എതിർക്കുവാണല്ലേ? വേണ്ട, ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അവനെ അറ്റാക്ക് ചെയ്. പെട്ടെന്നാണ് ബാക്കിയുള്ളവർ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. എന്നാൽ തൻ്റെ കൈയൊന്ന് അനക്കിയ അടുത്ത സെക്കൻഡ് അവരുടെ കയ്യിൽ നിന്ന് ആ സോഡ്സ് എല്ലാം നേരെ മുകളിലേക്ക് പറന്നുയർന്നു. ക്യൂ സോഡ് കൺട്രോൾ അല്ലേ ഇത്? അതിനർത്ഥം ഇവൻ കംപ്ലീറ്റ്ലി മിസ്റ്റിക് റിയൽത്തിനെ മാസ്റ്റർ ചെയ്ത ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ഇവനെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇതിൻ്റെ അവസാനത്തെ വാണിംഗ് ആണ്. എൻ്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാവരും മരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മാറാൻ നോക്ക്. നീ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നീ ഞങ്ങളെ കംപ്ലീറ്റ്ലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ദി ഹെവൻലി ഡിമോണിക് കൾട്ടിലെ മെമ്പേഴ്സാണ്. ഞങ്ങൾ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കത്തില്ല. അങ്ങനെയാണോ? നിന്റെ ഒക്കെ ജീവൻ പോകുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാനീ സംസാരിച്ചത്. എങ്കിൽ ചോകടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യേ. ആ സോഡ്സ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിനെ നേരെ പാഞ്ഞ് വരികയും ചെയ്യും. എന്നാൽ അവൻ്റെ കൺമുമ്പിൽ നിന്നുകൊണ്ട് ആ സോഡ് അവിടെ സ്റ്റക്കായി. അല്ല, ഇതെന്താണ്? സോഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പായല്ലോ. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ക്യൂഐ ആ സോഡ്സോടെ കണക്ട് ചെയ്തിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി കണക്ഷൻ ലോസ്റ്റ് ആയിരിക്കുന്നു. പെട്ടെന്നാണ് അവനവിടേക്ക് നടന്നു വന്നത്. അവനോട്ടെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, ജിയോണായിരുന്നു. ഈ ചെറുപ്പക്കാരനാണ് അത് ചെയ്തത്. മാസ്റ്റർ, സോഴ്സിന്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാനോ കൗണ്ടർ അറ്റാക്ക് മോഡ് ആക്ടിവേറ്റ് ചെയ്തോളൂ. കൗണ്ടർ അറ്റാക്കിങ് ടാർജറ്റ് ലോക്ക്ഡ്. അടുത്ത സെക്കൻഡ് ഇയൻ തൻ്റെ കൈകളൊന്ന് അനക്കി അവിടെ ഉണ്ടായിരുന്ന ഓരോ സോഴ്സും നേരെ തിരിഞ്ഞ് അവൻ്റെ നേരെ നോക്കി. ഞാനിത് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്ന്. ഇത് ശരിക്കും സ്ട്രേഞ്ചാണ്. ഇത്രമധികം സോഴ്സ് ക്യൂയെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ക്യൂയെ പ്രസിഷൻ അത് കംപ്ലീറ്റ്ലി സെറ്റപ്പ് തന്നെയാണ്. അവനെ കണ്ടിട്ട് 10-20 വയസ്സ് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല അവൻ്റെ എനർജി എന്നെക്കാട്ടും ഇൻഫീരിയർ അല്ല. ഇവൻ ഡിമോണിക് കൾട്ടിൻ്റെ ആരാണ്. ഗ്രീറ്റിംഗ്സ് ദി സ്കൈ ഓഫ് ദി ഗ്രേറ്റ് ഹെവൻലി ഡിമൺ ദി ഡീമൺ ലോഡ്. ഗ്രീറ്റിംഗ്സ് ദി ഡീമൺ ലോഡ് എന്ന് അവരെല്ലാവരും ഉച്ചത്തി അലറി. എന്ത്? ഇവനാണോ? ഈ ഒരു ചെറുപ്പക്കാരനാണോ പുതിയ മാസ്റ്റർ? അപ്പോൾ ഇവനായിരിക്കുമോ എൻ്റെ ഡോക്ടറിനെ? മായിലോട് ഞാൻ റിപ്പോർട്ട് ചെയ്യട്ടെ. ഈ വ്യക്തി പെട്ടെന്നായിരുന്നു കൾട്ടിൻ്റെ ഡോറിലൂടെ കടന്നു വന്ന്. അതുമാത്രമല്ല നമ്മുടെ ഗാർഡ്സിനെ അദ്ദേഹം കൊന്നുകളയുകയും ചെയ്തിരുന്നു. അവൻ പറയുന്നത് അവൻ്റെ പിള്ളേരെ അവന് തിരിച്ചു വേണമെന്നാണ്. എന്ത് പിള്ളേരെയോ? അതിനർത്ഥം നീ ദി അൺറൈവൽഡ് സോഡ അല്ല വാങ് ജിയോൺ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എതിർത്തത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അല്ല 5 മാർഷൽ ആർട്ടിസ്റ്റിനെ അല്ലേ? അപ്പോൾ അവന് എന്നെ വ്യക്തമായി തന്നെ അറിയാം. അത് മാത്രമല്ല അവനായിരിക്കും എൻ്റെ പിള്ളേരെയും കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല അവൻ ഓൾറെഡി സ്ട്രോങ്ങറാണ്. പിന്നെ ബാക്കിയുള്ളവരും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇത് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. എനിക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. പെട്ടെന്നാണ് അവൻ്റെ എനർജി കംപ്ലീറ്റ്ലി പോകാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് തൻ്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് പറയുകയും ചെയ്യും, ദി ഹെവൻലി ഡിവൈൻ കൾട്ടിൻ്റെ ഡീമൺ ലോഡിനെ കണ്ടതിൽ സന്തോഷം. ഞാനാണ് വാങ് ജിയോങ്. അതിനുശേഷം ഈയണു ആ സോഴ്സ് നിരത്തിയിരിക്കുകയും അതെല്ലാം നിലത്തേക്ക് വീഴുകയും ചെയ്തു. ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്ക്. അല്ല മൈലോഡ്, പവലിയൻ മാസ്റ്റർ അവരെല്ലാവരും ജീവനോടെ തന്നെ ഉണ്ട്. അവരുടെ ബോധം പോയെന്ന് മാത്രം. നിന്റെ കൺസിഡറേഷന് റിയലി താങ്ക്സ്. എൻ്റെ മക്കളിവിടെ ജീവനോടെ ഉണ്ടെന്നുള്ള പ്രസൻസ് കിട്ടിയിട്ടുണ്ട് മാത്രമാണ് ഞാൻ ആരെയും തന്നെ കൊല്ലാഞ്ഞത്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് ഓർത്തുകൊണ്ട്. എന്തായാലും നന്നായി. കാര്യം ഡിമോണിക്കളിൻ്റെ ലീഡർ തന്നെ ഇവിടെ. എനിക്ക് കുറച്ചുകൂടെ പൊളൈറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദി ഹെഡ് ഓഫ് ദി ഡീമൺ ഡിവൈൻ കൾട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. എൻ്റെ മക്കൾ എന്താണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ എന്തിനാണ് അവരിവിടേക്ക് കൊണ്ടുവന്നത്? ഇതെന്തായാലും നന്നായി. എൻ്റെ കടത്തിലുള്ള ആൾ തന്നെ ഇവിടേക്ക് വന്നു. ഇത് കംപ്ലീറ്റ്ലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിന്റെ ഡോക്ടർ കംപ്ലീറ്റ്ലി സീരിയസ് അല്ല ഒരു സ്റ്റേറ്റിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു അവളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക്. എന്ത്? അപ്പോൾ നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലേ ചെയ്തത്? പക്ഷേ ക്ഷമിക്കുക, ഞാൻ കുറച്ച് റഷായിപ്പോയി. എന്നാൽ ഞങ്ങളുടെ സ്ഥലത്തും ആവശ്യത്തിന് ഫിസിഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളത് പെട്ടെന്ന് അവൻ ഞെട്ടിത്തെറിച്ചു പോയി. അല്ല, ഈ ഒരു തണുപ്പ് ഇതെവിടുന്നാണ്? നാശം, അവളുടെ പ്രഷർ പോയിന്റ് കംപ്ലീറ്റ്ലി അണ്ടർ ചെയ്തെന്നാണ് തോന്നുന്നത്. കൾട്ടി ലീഡർ, നീ എൻ്റെ കൂടെ വാ. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും കൂടെ അവിടേക്ക്
പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പിന്നെ കാണുന്നത് ആ സ്ഥലം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ആയി കിടക്കുന്നതാണ്. ഹ്യൂബങ് ആണ് നമ്മുടെ ഡിവൈൻ ഫിസിഷ്യനെ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം അവൻ്റെ ബ്രദറിൻ്റെ കാര്യം ഏകദേശം ബോധം കെട്ടവൻ നിലത്ത് കിടക്കുകയായിരുന്നു. അവളുടെ പ്രസൻസ് അത്രത്തോളം ഭയാനകമായിരുന്നു. ഇതൊട്ടും നല്ലതല്ലോ. ശരിയാണ്, ഡീമൻ ലോഡും ഇല്ല, എൽട്ര യാങ്ങും ഇല്ല. നമ്മൾ കുറച്ചു നേരം പിടിച്ചു നിൽക്കേണ്ടി വരും. പെട്ടെന്ന് അവളൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരട്ടെ 2 സൈഡിലേക്ക് ഡോഡ്ജ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് പാം ടെക്നിക് യൂസ് ചെയ്ത് നമ്മുടെ ഗിയോ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നാൽ ആ ഒരു അറ്റാക്ക് അവിടെ ചെന്നത് പോലുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ ആണ്. എൻ്റെ അറ്റാക്ക് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അടുത്ത സെക്കൻഡിലാണ് അവൾ ആ എനർജി കംപ്ലീറ്റ്ലി ഗ്യാദർ ചെയ്തത്. ഈ സമയത്ത് ആ ഒരു എനർജി കാരണം അവർ രണ്ടുപേരും തെറിച്ച് ബാക്കിലേക്ക് പോകുന്നുമുണ്ട്. എന്നാൽ പെട്ടെന്ന് ഹ്യൂബങ് ഞെട്ടി. കാര്യം അവരുടെ ചുറ്റിനും അവരുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് ഐസുള്ള പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഷാങ്വ, ഞാൻ ഈ കാണുന്നത് സത്യം തന്നെയാണോ? ഈ മാർഷൽ ആർട്ടിസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവളെ കണ്ടിട്ട് അർബൻ ലെജൻസിലുള്ള ആ ഒരു വൈറ്റ് ഹെയർ വിച്ചിനെ പോലെയാണുള്ളത്. പെട്ടെന്നാണ് അവൾ അറ്റാക്ക് കണ്ട് ചെയ്തത്. ആ ഐസെല്ലാം കൂടെ അവരുടെ നേരെ പാഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ കീ ഒരു കൗണ്ടർ ചെയ്യാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഞെട്ടിയത്. കാര്യം ആ ഒരു ഐസ് ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം തന്നെ അവിടെ സ്റ്റോപ്പായിരുന്നു. ഇത് ശരിക്കും പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. മൈലോഡ്, താങ്കൾ പെട്ടെന്ന് അവന് നേരെ നിലത്തേക്ക് ഇറങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അവിടെ നടന്ന എല്ലാ ഐസ് പാർട്ടിക്കിൾസും അവൻ ഡിസ്ട്രോ ചെയ്തു. ഇത് ശരിക്കും അമേസിംഗ് ആണ്. നേരത്തെ ഞാൻ ആ സോഡിനുള്ള അറ്റാക്ക് ചെയ്തതെങ്കിൽ കൂടിയും അവനത് ഈസി ആയിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യാനും പറ്റിയെന്നാം. യുഗൺ, ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു നീ റേച്ചിലായിരിക്കുമല്ലോ എന്ന്. പക്ഷേ ഇത് ഞാൻ കണ്ടതിലും പ്രശ്നമാണല്ലോ. ഞാൻ ഇത്രയും പെട്ടെന്ന് അടുത്ത സെക്കൻഡ് അവൻ നേരെ അവളുടെ അടുത്തേക്ക് പാഞ്ഞടുത്തു. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പ്രഷർ പോയിന്റ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നാശം, 5th മാസ്റ്റർ യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് അവളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവളുടെ എനർജി വീണ്ടും സ്ട്രോങ്ങറായി മാറി. അവളുടെ കേസ് വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രഷർ പോയിൻ്റൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവളുടെ ബോധം പതുക്കെ കെടുത്തി അവളെ കൈകൊണ്ട് പിടിക്കുകയും ചെയ്യും. ഇതേ സമയം അവൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെന്താണ്, അവളുടെ ബോഡിയിൽ നിന്ന് വീണ്ടും തണുപ്പ് വരികയാണല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനൊരു കണ്ടീഷൻ കണ്ടിട്ടില്ല. ഇനി ഡ്രാഗൺ സ്ട്രൈക്കറിലേക്ക് പോകണമെങ്കിൽ 1/2 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ പെട്ടെന്നാണ് അവൾ അവിടേക്ക് നടന്നു വന്നത്. നമ്മുടെ ഡിവൈൻ ഫിസിഷ്യൻ. അല്ല, ഇതാരാണ് ഈ മെസ്കുലറായുള്ള വുമൺ? ഇവളെ കണ്ടതില്ല പരിചയമുണ്ടല്ലോ. പെട്ടെന്ന് അവളവിടെ ചെക്ക് ചെയ്യുന്നു. അല്ല, ഇതൊരു ഫിസിഷ്യനാണോ? അതെ, നിന്റെ മകളെ ഇവളെ കാണിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇതൊട്ടും നല്ലതല്ല. അവളുടെ എനർജി അവളുടെ ബോഡിയിലേക്ക് കംപ്ലീറ്റ്ലി സ്പ്രെഡായി കഴിഞ്ഞിരിക്കുന്നു. ഡീമലോഡ്, ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസ്ഥയാണെങ്കിൽ അവൾ 1/2 ദിവസം പോലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് മറ്റ് ചാൻസും ഇല്ല. നീ എന്താണ് ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് എന്ത് പറ്റുമെന്നാണ് പറയുന്നത്? ഈ കൊച്ചിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ യിങ് യാങ് കംപ്ലീറ്റ്ലി ബാലൻസ് ഔട്ട് ചെയ്യണം. നീ ഇപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.